സാധാരണ മനുഷ്യർ തകർന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിലൂടെയാണ് മാവേലിക്കര പൊന്നാരംതോട്ടം കൃഷ്ണതീർത്ഥത്തിൽ വിധു കൃഷ്ണ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കടന്നുപോയത്. അടിക്കടിയുണ്ടായ 10 ശസ്ത്രക്രിയകളും വാഹനാപകടവും തുടർചികിത്സകളും മറ്റുമായി ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പ്രളയമായിരുന്നു ഇവർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ശാരീരിക അവശതകളുടെയും വേദനയുടെയും പേര് പറഞ്ഞ് സ്വയം അരികുവൽക്കരിക്കപ്പെടുവാൻ ഇവർ ഒരുക്കമായിരുന്നില്ല. ചെറുപ്പം മുതൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന നൃത്തവും കുംഫു പഠനവും പൂർത്തിയാക്കി ഇവയുടെ പരിശീലനവും പ്രചാരണവും മുൻനിർത്തി സജീവമാണ് വിധു ഇപ്പോൾ. സിനിമാറ്റിക് ഡാൻസ് പരിശീലനവും കുംഫു പഠനവും മറ്റുമായി 150-ൽ പരം കുട്ടികളുടെ ഗുരുവാണ് വിധു. കൂടാതെ സ്കൂളുകളിലും വിവിധയിടങ്ങളിലുമായി നിരവധി പേർക്ക് ക്ലാസുകൾ എടുക്കുന്നുണ്ട്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായ ഇവർ അവധി ദിവസങ്ങളിൽ വീട്ടിൽ ക്ലാസുകൾ എടുക്കും. മറ്റു ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് നൃത്തവും കുംഫു പരിശീലനവും ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ചുവടിലും വേദന കടിച്ചമർത്തി പരിശീലകയുടെ റോളിലെത്തുമ്പോൾ തൻ്റെ ശരീരാവസ്ഥകളെക്കുറിച്ച് ആശങ്കപ്പെട്ടവർക്കുള്ള മറുപടിയാണ് വിധു നൽകുന്നത്. 2002 മുതൽ ഇപ്പം 2017 ഇതുവരെക്കും എനിക്ക് 10 സർജറികളായി നിൽക്കുന്നു. ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മാർഷൽ ആർട്സ് ആണെങ്കിലും ഡാൻസിൻ്റെ ആണെങ്കിലും ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആയത്. അപ്പോൾ എൻ്റെ സ്റ്റഡീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പം 2nd ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. 137 സ്റ്റുഡൻസ് എൻ്റെ അണ്ടറിലുണ്ട്. 7 അടുത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ലേഡീസ് പൊതുവെ ഇൻസ്ട്രക്ടേഴ്സ് കുംഫു ഫീൽഡിൽ കുറവാണ്. കരാട്ടയിലുണ്ടെങ്കിലും കുംഫു ചൈനീസ് കുംഫുവിൽ വളരെ കുറവാണ് ലേഡീസ്. നൃത്തവും കുംഫുവും നൽകുന്ന ആത്മവിശ്വാസം ഏറെയാണ്. ഒപ്പം കുടുംബത്തിൻ്റെ പിന്തുണയും. ഭർത്താവ് ഹരികൃഷ്ണനും മക്കളായ വിഘ്നേഷും വൈഷ്ണവിയും അടങ്ങുന്ന കുടുംബമാണ് തൻ്റെ കലാപ്രവർത്തനങ്ങളുടെ ശക്തിയെന്ന് വിധു പറയുന്നു. എല്ലാ വനിതകളും ഏതെങ്കിലും ഒരു കലയിൽ ഇടപെടണമെന്നാണ് ഇവരുടെ അഭിപ്രായം. എല്ലാ സ്ത്രീകൾക്കും മടിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. അപ്പം അവരെ കുറച്ച് ബോധവൽക്കരിച്ച് കൊണ്ടുവരണം ഈ ഒരു മേഖലയിലേക്ക്. അങ്ങനെ വന്നാൽ ഒരുപാട് ഈ പറഞ്ഞ പീഡനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി ഒരു സംരക്ഷണ കേന്ദ്രം അടുത്ത വർഷം മുതൽ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് വിധു ഇപ്പോൾ. അതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ ഇഷ്ടമേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കുമ്പോഴും ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദനകളില്ലാത്ത 1 മിനിറ്റെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നതാണ് വിധുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പ്രതിസന്ധികളെയും വേദനകളെയും തരണം ചെയ്ത് പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ട ആവശ്യമില്ലെന്നാണ് തൻ്റെ ജീവിതത്തിലൂടെ ഈ വനിത കാണിച്ചു തരുന്നത്. ക്യാമറമാൻ അഭിലാഷ് ചിറക്കടവിനോടൊപ്പം മാവേലിക്കരയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.